ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് അടുക്കളയിൽ അധികം പണികളൊന്നുമില്ല കേട്ടോ. ഒന്ന് കട ലീവാക്കിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അധികം പണികളൊന്നുമില്ല. രാവിലെ ദോശയും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇന്ന് താറാവിനെ കൊന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല, ചോറും പപ്പടവും താറാവ് റോസ്റ്റും. അപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ കറികൾ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഏട്ടനാണ് ഉള്ളത് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, കഴിക്കും. അപ്പോൾ നന്ദോസിനും കണ്ണനൊന്നും സന്തോഷമായിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ താറാവിനെയും കോഴീനെയൊക്കെ നന്നാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും അച്ഛനും എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ എനിക്ക് ഇനി അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട്, അലക്കാനുണ്ട്. അപ്പം ഞാൻ അതിനൊക്കെ പോകാൻ നിൽക്കുകയാണ്. ഇവർ ഇവിടെ തുങ്ങലൊക്കെ പറിച്ച് കഴിയട്ടെ. അപ്പോൾ ഇതാ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, പിന്നെ മടി പിടിച്ചാണ് എടുത്തത്. ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ വൈകിട്ടോ. ഇന്ന് ലീവുള്ള ദിവസമാകുമ്പോൾ എന്നും നേരത്തെ എണീക്കണതല്ലേ. അപ്പോൾ ഇന്ന് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പണികളാണിതൊക്കെ. പണിയെടുക്കുകയും വേണം, മടിയാണെന്ന് പറഞ്ഞില്ലേ. കട ലീവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് എടുക്കാനുള്ളത് അപ്പോഴും എടുക്കാനുണ്ടാവും. പിന്നെ അധികം കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. പിന്നെ സാവകാശം എടുക്കുകയും ചെയ്യാം, ആ ഒരു സമാധാനമുള്ളൂ. അപ്പം മടി പിടിച്ചിട്ടാണെങ്കിലും എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ താറാവിൻ്റെ തുങ്ങലൊക്കെ പറിച്ച് ഇതിനെ കരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് ഉരയ്ക്കുകയാണ്. കല്ലുപ്പിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയായി കിട്ടും കേട്ടോ. അവിടെ കോഴീനെ കൊന്നാലും അതുപോലെ താറാവാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യലുണ്ട്. ഇത് സാധാ നാടൻ താറാവല്ല കേട്ടോ, ബ്രോയിലർ താറാവാണെന്നാണ് തോന്നുന്നത്. നിന്നെ മാമ തന്നതാണ്. അപ്പോൾ മാമേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ വളർത്തുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ താറാവിനെയൊക്കെ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നാക്കി കഴിഞ്ഞാൽ വീണ്ടും കഴുകണ്ടേ. അപ്പോൾ ഇത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അച്ഛതാ ഇതിനെ മുറുക്കിയാണ് കേട്ടോ. അപ്പോൾ നന്ദൂസ് അടുത്ത് തന്നെ ഉണ്ട്. നന്ദുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ഇതിനെ കൊല്ലണത് കേട്ടോ. നന്ദുട്ടി താറാവിനെ കൊല്ലുക എന്നല്ല പറയുക, പീച്ച് എന്നാ പറയുക കേട്ടോ. താറാവിനെയും കോഴീനെയൊക്കെ പീച്ച് അല്ലേ എന്ന് ചോദിക്കുക. താറാവിനെയൊക്കെ ഇവിടെ മുറിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഇതാ അമ്മ വിറകട്ടി ശരിയാക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് അടിച്ച് വരി വൃത്തിയാക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വിറക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അട്ടി വയ്ക്കണം. അപ്പോൾ ഏട്ടൻ പാലൂറ്റി കൊടുത്തിട്ടുണ്ട്, അമ്മ അത് ഉറവിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ അലക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തോരയിടുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മെഷീനിൽ അലക്കും, അതുപോലെ കുറച്ച് കല്ലിലും കേട്ടോ. നല്ലതൊക്കെ കല്ലുമ്മേലാണ് അലക്കുക, അല്ലാത്തതൊക്കെ മെഷീനിലിടും കേട്ടോ. എന്നും മെഷീനിൽ അലക്കൂല കേട്ടോ, 2 ദിവസം കൂടുമ്പോൾ അലക്കുള്ളൂ. ഇന്ന് കുറേ ഉണ്ട് കേട്ടോ, 2 ദിവസം കൂടുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ അച്ചവിടെ താറാവിനെയൊക്കെ വെട്ടുമ്പോഴേക്കും ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കണം. അപ്പോൾ ഇതാ നന്ദുവിനും അനുട്ടിക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ചെതൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കല്ല് നിറച്ചിട്ടുണ്ടെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെറ്റൽ നിറയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ പൊറാട്ടയും കറിയും കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ കടയ്ക്ക് പോയപ്പോൾ അച്ഛനോട് പൊറാട്ട വാങ്ങിച്ചു തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ 3 ആളും കൂടിയും പൊറോട്ട ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നന്ദുട്ടിക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ കഴിക്കുകയാണ് കേട്ടോ. പൊറോട്ട ആകുമ്പോൾ പേടി തന്നെയാണ്. പിന്നെ 3 ആളും ഒപ്പം ഇരിക്കൊണ്ട് ഒരു ശ്രദ്ധിക്കും കേട്ടോ. പൊറോട്ട നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞതാ താറാവ് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മയ്ക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അമ്മ താറാവ് കഴിക്കൂല കേട്ടോ. അമ്മ താറാവും ബീഫൊന്നും കഴിക്കൂല, കോഴി മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഇറച്ചി കൊണ്ടുവന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ 3 വിസിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ താറാവ്. ഇനിയിപ്പോൾ മസാലകളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി,
അതുപോലെ 2 സവാള എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരക്കൊത്ത്, കുറച്ച് കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. താറാവ് റോസ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ നന്നായി വഴന്ന് കിട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇടയ്ക്ക് അമ്മേൻ്റെ ചിക്കനും കൂടി നോക്കണുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി 3-4 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താറാവ് കുക്കറിൽ വെച്ചപ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു വെള്ളമാണ്. ഈ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളകും വലിയ ജീരകവും കൂടിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കറി ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി കഴിച്ചോളാന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതാ താറാവ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പപ്പടവും കാച്ചിയിട്ടുണ്ട്. ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി. എല്ലാവരും ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നാത്തൂനെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നാത്തൂന് വളയിട്ട് വെച്ചതാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓൾക്ക് ഇന്ന് തിരുവാതിരയ്ക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡ്രസ്സും പൈസയൊക്കെ കൊടുക്കണ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെ ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ മുറ്റം വൈകുന്നേരം അടിച്ച് വാരിയതാണ്. പിന്നത്തെ അവസ്ഥയാണത്. ഇനി വൈകുന്നേരം അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും ഏട്ടനും കുട്ടികളും ഇവിടെ നിന്ന് പോണത്. ഇനി വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലീവ് ഇങ്ങനെയും കഴിഞ്ഞു കേട്ടോ. ഇനി അവിടെ നിന്ന് വരുമ്പോഴത്തേൻ്റെ സമയമാവും. അപ്പം ഞങ്ങൾ പോണ വഴിയിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛയും അങ്ങാടിയിൽ വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇന്ന് അങ്ങാടിയിൽ പൊതുവേ എല്ലാ കടകളും അടവാണ് കേട്ടോ. ഒരുവിധം എല്ലാ കടകളും അടവാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും അതാ അവിടെ കടയ്ക്ക് കയറുന്നുണ്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നാത്തൂൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നാത്തൂന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കേട്ടോ. നാത്തൂന് 2 സാരിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവൾ TTCക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഇനി സാരിയാണ് എടുത്ത് പോകേണ്ടത്. അപ്പോൾ ചുരിദാറൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ 2 സാരിയാണ് വാങ്ങിയത്. സാരിയും പൈസയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ജ്യൂസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇളനീരും പഴവും കഴിച്ചു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും മടിയാണ്. അപ്പോൾ പത്തിരി, നെയ്ച്ചോറ്, ചിക്കൻ വരട്ടിയത്, ചിക്കൻ കറി, ചായ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ അച്ഛനാണിത്. അച്ഛനും അമ്മയും 2 അനിയന്മാർ, ഇരട്ട കുട്ടികളാണ് അനിയന്മാർ. അച്ഛമ്മയും അടങ്ങിയിട്ടുള്ളതാണ് കുടുംബം. അപ്പോൾ ഇതാണ് നാത്തൂന് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വിറകൊക്കെ എടുത്ത് വെക്കാൻ കൂടി തന്നിട്ടാണ് പോയത്. ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവരും ചോറൊക്കെ കൊണ്ടിട്ട് വേഗം പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് വൈകിയാണ് ചോറുണ്ടത്. ഏട്ടനെ അവരൊക്കെ കൊണ്ടേക്ക് വന്നിട്ടാണ് ചോറുണ്ടത്. അപ്പോഴാണ് വേണ്ടു ഇതൊക്കെ എടുത്തത് കേട്ടോ. പോന്നപ്പോൾ കുറച്ച് മന്തി റൈസ് വാങ്ങി പോന്നിരുന്നു. പിന്നെ തറവാട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും താറാവ് റോസ്റ്റൊക്കെ കൂട്ടി എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ലീവ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.